Today I am going to take a chapter 3 viscosity. Viscosity എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം മോഷൻ എന്ന് പറയുന്നത് റിലേറ്റീവ് ആണ്. എന്ത് മോഷൻ ആയിക്കോട്ടെ, അതായത് ഒരു ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ബസ് മൂവ് ചെയ്യുന്നതായിക്കോട്ടെ, എന്ത് തരത്തിലുള്ള മോഷൻ എടുത്താലും അത് ഒന്നിനൊന്നിന് റിലേറ്റീവ് ആയിരിക്കും. റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് മോഷൻ പറയാൻ പറ്റും. അപ്പോൾ രണ്ട് ലെയേഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ ഏതെങ്കിലും രണ്ട് സർഫസ്, അപ്പോൾ അവരുടെ ഇടയിൽ ഒരു ഒപ്പോസിങ് ഫോഴ്സ് ഉണ്ടാവും. ഏതെങ്കിലും രണ്ട് സർഫസ് എടുക്കുമ്പോൾ ഈ താഴത്തെ സർഫസ് എന്ത് ചെയ്യും, മുകളിലത്തെ സർഫസിന് ഒരു ഒപ്പോസിങ് ഫോഴ്സ് കൊടുക്കും, അല്ലെങ്കിൽ നേരെ തിരിച്ചു പോകാം. അപ്പോൾ അവരുടെ ഇടയിൽ ഒരു ഒപ്പോസിങ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ ഫ്രിക്ഷൻ ഫോഴ്സ് അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു സംഭവം സർഫസിന് ടാൻജൻഷ്യലായിട്ടാണ് ആക്ട് ചെയ്യുക. അപ്പോൾ വിസ്കസ് ഫോഴ്സ് പറയുന്നത് ഏറെക്കുറെ ഇതൊക്കെ തന്നെയാണ്. ഇത് ലിക്വിഡിൽ ഉണ്ടാകുന്നൊരു പ്രോപ്പർട്ടിയാണ് മാത്രം. Let us consider liquid flowing over a solid horizontal surface. If the motion of the liquid is slow and steady, it is found that the layer in contact with the fixed surface is almost at rest. The velocities of the other layer increase uniformly with their distance from the stationary layer. The velocity of the surface layer is found to be maximum. അപ്പോൾ ഇതിന് വേണ്ടി ആദ്യം സോളിഡ് സർഫസിൽ കൂടെ ലിക്വിഡ് ഫ്ലോ ചെയ്യാമെന്ന് വിചാരിക്കുക. ഇതിൻ്റെ മോഷൻ സ്ലോ ആൻഡ് സ്റ്റഡി ആണെങ്കിൽ ഈ ഒരു ഫിക്സഡ് ലെയർ, അതായത് ഫിക്സഡ് സർഫസ് എന്ന് പറയുന്നത് ആ താഴെയുള്ള ബോട്ടം ലെയർ, അത് ഓൾമോസ്റ്റ് റെസ്റ്റിലായിരിക്കും. അത് റെസ്റ്റിലാണ്. ബാക്കിയുള്ള ലെയേഴ്സിനൊക്കെ വെലോസിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ പിന്നെ ഈ താഴത്തെ ലെയറിന് മുകളിലോട്ട് ഓരോ ലെയർ പോകും തോറും ആ ഡിസ്റ്റൻസ് കൂടും തോറും ഓരോ വെലോസിറ്റീസ്, അതായത് വെലോസിറ്റി കൂടി വരും. അങ്ങനെ ഏറ്റവും മുകളിലത്തെ ലെയറിൽ മാക്സിമം വെലോസിറ്റി ഉണ്ടാവും. ഓരോ ലെയറിനും ഓരോ വെലോസിറ്റിയാണ്, സെയിം അല്ല. അങ്ങനെ ഏറ്റവും മുകളിലത്തെ ലെയറിന് സർഫസ് ലെയർ, അതാണ് ഏറ്റവും മുകളിലത്തെ ലെയർ, അവിടെ മാക്സിമം വെലോസിറ്റി ഉണ്ടാവും. Imagine any two adjacent liquid at a certain distance from the bottom. The upper layer tends to pull the lower layer forward, thus accelerates it, but the lower layer tends to pull the upper layer forward with less acceleration and thus retard its motion. Thus the two adjacent layers behave as if there is frictional drag between them, which tries to destroy their relative motion. If there is no external force, the retarding forces existing between the various layers bring the liquid to rest. ഇനി ഇതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ലെയേഴ്സ് കൺസിഡർ ചെയ്യണം. അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള രണ്ട് ലെയേഴ്സ് ABCD എന്ന രണ്ട് ലെയേഴ്സ് കൺസിഡർ ചെയ്തു. ഈ AB എന്ന് പറഞ്ഞിട്ടുള്ള ആ ലെയർ അല്ലെങ്കിൽ അപ്പർ ലെയർ എന്ത് ചെയ്യും, താഴത്തെ ലെയറിനൊന്ന് ഫോർവേഡായിട്ടൊരു പുൾ കൊടുക്കും, മുന്നോട്ടൊരു ഫോഴ്സ് കൊടുക്കും. അതേപോലെ തന്നെ താഴത്തെ ലെയർ മുകളിലത്തെ ലെയറിന് മുന്നോട്ടൊരു പുൾ കൊടുക്കും. അപ്പോൾ ഈ രണ്ട് ലെയേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നതുകൊണ്ട് എന്തുണ്ടാവും, ഒരു റിട്ടാർഡിങ് മോഷനായിട്ട് മാറും. അതായത് ഈ രണ്ട് അഡ്ജസൻറ്റ് ലെയേഴ്സ് തമ്മിൽ ഇങ്ങനെ ഫോർവേഡായിട്ട് പുൾ കൊടുക്കുമ്പോൾ അതൊരു ഫ്രിക്ഷണൽ ഡ്രാഗ് ആയിട്ട് മാറും. എന്നിട്ട് എന്തുണ്ടാവും, ഇവർ തമ്മിലുള്ള ആ റിലേറ്റീവ് മോഷനെ അത് നശിപ്പിക്കും. അതായത് അങ്ങനെ നശിപ്പിക്കുമ്പോൾ എന്തുണ്ടാവും, ആ ഒരു ലിക്വിഡ് എന്ന് പറയുന്നത് റെസ്റ്റിലിരിക്കേണ്ടി വരും. അതിന് പിന്നെ മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. റിലേറ്റീവ് മോഷൻ കാരണമാണല്ലോ അത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത് മൂവ് ചെയ്യും, കുഴപ്പമില്ല. ഇനിയിപ്പോൾ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള റിട്ടാർഡിങ് ഫോഴ്സ് എന്ത് ചെയ്യും, ഓരോ ലെയർ തമ്മിലും റിട്ടാർഡിങ് ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള റിട്ടാർഡിങ് ഫോഴ്സ് ഈ ലിക്വിഡിനെ റെസ്റ്റിലെത്തും. അപ്പോൾ ഇത്തരത്തിലുള്ള ലിക്വിഡിൻ്റെ പ്രോപ്പർട്ടിയാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. The property of a liquid by virtue of which it tends to oppose the relative motion between its various layers is called viscosity, and the force that comes into play is called viscous force. അതായത് ഒരു ലിക്വിഡിൻ്റെ റിലേറ്റീവ് മോഷനെ ഒപ്പോസ് ചെയ്തിട്ട് ആ ലിക്വിഡിനെ റെസ്റ്റിലെത്തുന്ന പ്രോപ്പർട്ടിയാണ് വിസ്കോസിറ്റി. ആൻഡ് ആ ഫോഴ്സിനെയാണ് വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓരോ ലെയർ തമ്മിലുള്ള റിലേറ്റീവ് മോഷനെ ഒപ്പോസ് ചെയ്തിട്ട് ആ ലിക്വിഡിനെ അതിൻ്റെ റിലേറ്റീവ് മോഷനെ നശിപ്പിച്ചിട്ട് റെസ്റ്റിലെത്തുന്ന പ്രോപ്പർട്ടി. It is due to viscosity that a liquid which is being stirred in a vessel comes to rest after the stirrer has been removed. Again, when a liquid flows uniformly, the force due to viscosity is equal and opposite to the applied force. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ ഒരു വെസലിൽ വെള്ളമോ എന്തെങ്കിലും വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ അത് ഇളക്കും. നമ്മൾ നിർത്തി കഴിഞ്ഞാൽ എന്തുണ്ടാവും, ആ ഒരു ലിക്വിഡ് റെസ്റ്റിലിരിക്കും, പിന്നെ അത് ഇളകില്ലല്ലോ. അപ്പോൾ അതാണ് ഈ വിസ്കോസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് കഴിഞ്ഞപ്പോൾ അതെന്തായി, അതെവിടെ റെസ്റ്റിലിരുന്നു. അതേപോലെ പിന്നെ പറയാവുന്ന കാര്യം എന്താ, ലിക്വിഡ് യൂണിഫോം ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. യൂണിഫോം ആയിട്ടാണ് അതിൻ്റെ മോഷനെങ്കിൽ ഈ വിസ്കോസിറ്റിയുടെ വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്, ഫോഴ്സ് ഡ്യൂ ടു വിസ്കോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് ഫോഴ്സിന് ഈക്വലും പോസിറ്റീവും ആയിരിക്കും. നമ്മൾ ചില സമയത്ത് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ എന്നും പറയാറുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. ഫോഴ്സ് ഡ്യൂ ടു വിസ്കോസിറ്റി എന്ന് പറയുന്നത് റിലേറ്റീവ് മോഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ
ടാൻജൻഷ്യലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. കാരണം ഫ്രിക്ഷണൽ ഫോഴ്സ് ടാൻജൻഷ്യലായിട്ടാണ് ആക്ട് ചെയ്യുക. ഇതും സംടൈംസ് റിലേറ്റീവ് മോഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ടാൻജൻഷ്യലായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ എന്നും സംടൈംസ് പറയുന്നത്. Liquids like water, alcohol, etc., which readily flow over a solid surface are said to be less viscous than honey, glycerin, tar, etc., which do not flow readily. അപ്പോൾ ഇതിൽ ചില ലിക്വിഡ്സ്, അതായത് വാട്ടർ, ആൽക്കഹോൾ, അതിനൊക്കെ വിസ്കസ് ഫോഴ്സ് കുറവാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സർഫസ് കൂടെ നമ്മൾ വാട്ടറും ഹണിയും ഒരുമിച്ച് എടുക്കുമ്പോൾ എന്തുണ്ടാവും? വാട്ടർ ആദ്യം ഫ്ലോ ചെയ്യും, ബട്ട് ഹണി മെല്ലെയാണ് പോകുള്ളൂ. അതിൻ്റെ റീസൺ എന്താ? ഹണിക്ക് വിസ്കസ് ഫോഴ്സ് അല്ലെങ്കിൽ വിസ്കോസിറ്റി കൂടുതലാണ്. അതായത് ആ റെസ്റ്റിലിരിക്കാനുള്ള ടെൻഡൻസി ആണ് കൂടുതൽ. ഫ്ലോ ചെയ്യാനുള്ള ടെൻഡൻസി അല്ല, റെസ്റ്റിലിരിക്കാനുള്ള ടെൻഡൻസിയാണ് കൂടുതൽ. ബട്ട് വാട്ടറിനെ സംബന്ധിച്ച് വിസ്കസ് ഫോഴ്സ് കുറവാണ്. അതുകൊണ്ടാണ് അത് ഇത്രയും ഫാസ്റ്റായിട്ട് ഫ്ലോ ചെയ്യുന്നത്. Then velocity gradient കണ്ടുപിടിക്കാനായി consider a liquid layer CD flowing with a velocity v at a distance x from the fixed surface. Let another layer AB move with a velocity v plus dv at a distance x plus dx from the fixed surface. Thus the velocity differs by dv in going through a distance dx. The quantity dv by dx is called the velocity gradient. Velocity gradient കണ്ടുപിടിക്കാനായി നേരത്തെ എടുത്ത് രണ്ട് ലെയേഴ്സ് കൺസിഡർ ചെയ്യാം. എ ബി സി ഡി എന്ന രണ്ട് ലെയേഴ്സ്. സിഡിയുടെ വെലോസിറ്റി വിയും ഡിസ്റ്റൻസ് എക്സും ആണ്. എബിയുടെ വെലോസിറ്റി വി പ്ലസ് ഡി വിയും ഡിസ്റ്റൻസ് എക്സ് പ്ലസ് ഡി എക്സും ആണ്. ഇതൊക്കെ നേരത്തെ ലെയറിനാണ് എടുക്കുന്നത്. ഓരോ ലെയറിനും ഓരോ വിസ്കസ് ഫോഴ്സ് ആണ്, അതായത് ഡിഫറെൻറ്റ് വെലോസിറ്റി ആയിരിക്കും. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ വെലോസിറ്റി ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ഡി വി ബൈ ഡി എക്സ്. അതിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. ഇനി വിസ്കോസിറ്റിയുടെ മാത്തമാറ്റിക്കൽ റിലേഷൻ എന്ന് പറയുന്നത്, അക്കോർഡിംഗ് ടു ന്യൂട്ടൺ, ഒരു വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്, ഒരു ലെയറിൽ വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഒരു ലെയറിൻ്റെ ഏരിയയ്ക്കും അതേപോലെ തന്നെ വെലോസിറ്റി ഗ്രേഡിയൻറ്റിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ ഡി വി ബൈ ഡി എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഈക്വൽ ടു ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് കൊടുക്കുകയാണ്. എഫ് ഈക്വൽ ടു ഈറ്റ എ ഡി വി ബൈ ഡി എക്സ്. ഈറ്റ എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ആണ്. അത് ആ ഒരു ഫ്ലൂയിഡിൻ്റെ നേച്ചറിനെയും അതുപോലെ തന്നെ ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഇനി ഈറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി ഡി ബൈ ഡി എക്സ് ഈക്വൽ ടു 1 കൊടുത്താൽ ഈറ്റ ഈക്വൽ ടു എഫ് എന്ന് കിട്ടും. കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ടാൻജൻഷ്യൽ വിസ്കസ് ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് എ ലിക്വിഡ് ഹാവിങ് യൂണിറ്റ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. കാരണം അതൊക്കെ 1 ആണല്ലോ, അതാണ് യൂണിറ്റ്. ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ. ഇനി ഈറ്റയുടെ ഇക്വേഷൻ നിന്ന് ഡിറൈവ് ചെയ്യാം. അതായത് ഈറ്റ ഈക്വൽ ടു എഫ് ബൈ എ ഡി വി ബൈ ഡി എക്സ്. അതിൻ്റെ യൂണിറ്റ് ഇതെന്ന് കിട്ടും. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആബ്സലൂട്ട് വിസ്കോസിറ്റി ഓർ ഡൈനാമിക് വിസ്കോസിറ്റി. ഈറ്റയുടെ റെസിപ്രോക്കൽ ഫ്ലൂയിഡിറ്റി, ദ ടേം ഈറ്റ ബൈ റോ ഇസ് കോൾഡ് കൈനമാറ്റിക് വിസ്കോസിറ്റി.